പാപ്പാ ഇത് കാപ്പി. ഈശോയെ, സമയം എന്തായി? 6:30 കഴിഞ്ഞു. താഴേക്ക് വെള്ളം കൊടുത്തോ? ഇല്ല, പുല്ല് തിന്നുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ നോക്ക്. ചവിട്ടിക്കാൻ ആളിങ്ങെത്തും. ശരി. ആ, വർക്കി എന്തിയെ? അപ്പം കുളിക്കാൻ പോയിരിക്കാം. എന്താടി ലിസി എണീറ്റില്ലേ? അതിന് ഉച്ചയിൽ സൂര്യൻ ഉദിക്കണ്ടേ? ആ, എണീറ്റ് അവളോട് പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. പെൺകുട്ടികൾക്ക് ഉറങ്ങുന്നതിനും ഇല്ലേ ഒരു കണക്ക്? ആ, ഇതെടുത്ത് അകത്ത് കൊണ്ടുവയ്ക്ക്. ഇവിടെ ഒന്ന് ചൊറിഞ്ഞേ. ഈ ചെള്ളിന്റെ ഒരു കടിയേ മതിയോ? ചൊറിയടി. ചൊറിയാൻ പറഞ്ഞ മാന്തല. ഈ അമ്മച്ചിക്ക് എപ്പോഴും ചൊറിച്ചില്ല. ഞാൻ പോണു. എന്താടി ഇതുവരെ തീർന്നില്ലേ? അതിന് മുറ്റം നിറയെ എന്തോരം ചവറ. മുഴുവൻ അടിച്ചങ്ങോട്ട് തീരണ്ടേ? എന്താടാ നടയിലെന്നാണോ പല്ലിരിക്കുന്നത്? അങ്ങോട്ട് മാറിയിരുന്നൂടെ? മോളെ, ഇങ്ങനെ തുള്ളി ചാടിപ്പോയാ കടയിലെത്തുമ്പോ പാല് മുഴുവൻ തുളുപ്പിപ്പോവും. പതുക്കെ പോ. അത് പാത്രം നിറഞ്ഞിട്ടാ. പാത്രം നിറഞ്ഞ പതുക്കെ പോണം. സോഫ്യ പോകുമ്പം തുളുമ്പുന്നുണ്ടോ? എടി ബീഡി തീർന്നു. ഒരു കെട്ടി ബീഡിയും കൂടെ. ഇങ്ങോട്ട് നട. മോളെ, ഇതിനെ എവിടെ കേട്ടണ്ടേ? തോമസ് കുട്ടി, ദേ പശുവിനെ ചവിട്ടിക്കാൻ ആൾ വന്നു. ആ, ഇങ്ങോട്ട് നടക്കട വേഗം. വാ, ഇങ്ങോട്ട് നടക്ക്. നിനക്കെന്തത്ര മടി? നടക്കടാ. നിനക്കെന്താ ഇന്നൊരു ഉത്സാഹക്കുറവ്? വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞില്ലേ? വാ. നിന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടേ എനിക്ക് ഒത്തിരി പണി വേറെയുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. വനിതാ MLAക്ക് മന്ത്രിയുടെ ഹസ്തദാനം. MLAയുടെ ആരോപണത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ആര്? MLAയുടെ ഭർത്താവ്. ആ, പിടിവിടാൻ താമസിച്ചു കാണും. ഈ വീട്ടിൽ ഇരുത്തി പോറ്റിയാ പോരെ? അസംബ്ലിയെ കൊണ്ട് കെട്ടണോ? എന്ത് പുളിയാ പൂസാക്ക? കിട്ടണമെങ്കിൽ 1/2 കിലോ കഴിച്ച് നമുക്ക് മീൻകറിലിടാം. ഇത് വാളംപുളിയും കുടംപുളിയും ഒന്നും അല്ല. അസംബ്ലി, അസംബ്ലി. എനിക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. വനിതാ MLA. മൂസാബായിക്ക് അറിഞ്ഞൂടെ? ഇളകി മേഞ്ഞ പശു കെട്ടിയിട്ടാ പുല്ല് തിന്നില്ല. വിശക്കുമ്പോ കൊടുത്താ തിന്നും. ഇക്കാലത്ത് കനകം മൂലം കാമിനി മൂലം കുടിക്കാൻ തോട്ടിന്ന് കോരി വെച്ച വെള്ളത്തിലാണ് പഴത്തുലി എറിഞ്ഞു കളിക്കുന്നത്. സോറി, ഞാൻ ദോശക്കല്ലിൽ എറിഞ്ഞതാ. എന്താ? കല്ല് വെറുതെ പഴുത്ത് കിടക്കല്ലേ? വരുന്നവനും പോകുന്നവരും എറിഞ്ഞു കളിക്കാനല്ല ദോശക്കല്ലി ഉണ്ടാക്കി വെച്ചേക്കണത്. പണ്ട് ലീലനെ കുത്തുവാളടിപ്പിച്ച ഒരു പെണ്ണ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു പൊലിഞ്ഞത്. നീട്ടി വൈരി. ക്രയോ ക്രയോ പവിത്രേട്ടാ, ലൈറ്റ് ഒന്നിട്ടെ. ലൈറ്റ് ഇടാൻ മാത്രം പറയരുത്. എന്നാ ടോർച്ച്, വിരൽ തുമ്പിലെ ചന്ദ്രൻ. കറണ്ട് കാശ് കൂടിയതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഒരു ചായ വെച്ച പോലും കൊടുക്കാൻ പേടിയാ. കറണ്ട് കാശ് എപ്പോഴാ കൂടാന്ന് കറണ്ട് മന്ത്രിക്ക് പോലും അറിയില്ലെന്നേ. ആ, മൂസാക്ക ടോർച്ചിന്റെ ബാറ്ററി 12. കണ്ട് ചേട്ടത്തിയുടെ മക്കളെല്ലാം ഒരുപോലെ പറഞ്ഞു ചെയ്യിച്ച പോലെ. ചേട്ടത്തിക്ക് അറിയാതിരിക്കോ ക്ലോണിങ്? കൊഴുപ്പീരേട് തീരെ കുറവാ. എത്രയും പോളെ? മൊത്തം 12 ലിറ്റർ. പറ്റുവല്ലതും ഉണ്ടോ? ആ, 36 രൂപ 50 പൈസ. 24, 36, 4, 40. ഇത് പുതിയതാണോ? കൊണ്ടുവന്നപ്പോ പുതിയതായിരുന്നു. പൈസ സൂക്ഷിച്ചുണ്ടോണേ. അയ്യോ, മോള് വെച്ചോ? മോള് വായിച്ചിട്ട് കൊണ്ടു തന്നാ മതി. അപ്പാപ്പനൊരു കെട്ട് ബീഡിയും തീപ്പെട്ടി. ഓ ഓ ഓ പപ്പനേഷ് പറഞ്ഞേ. ഒരു 50 കിലോ എങ്കിലും കാണും. എല്ലാരും ഒറ്റ ത്രാസിൽ കാണല്ലേ എന്റെ മൂസാക്ക?
അയ്യോ ഇനി അതിൽ കയറി പിടിക്കല്ലേ. ഞാൻ ആ നരിക്കൂട്ടിൽ ഏലിയമ്മയുടെ പശുവിന്റെ കാര്യം പറഞ്ഞതാ. ഇത്തിരി വെള്ളം എടുത്തു കുടി, പുട്ടിറങ്ങട്ട്. അപ്പൊ മൂസാക്ക് പശുർച്ചാണ് വിൽക്കണത്? അല്ലാതെ പുലിയിറച്ചി വിൽക്കാൻ പറ്റുമോ? താനാരിവേ. പഞ്ചായത്തിലെ ഗോസംവർദ്ധന ഉപകേന്ദ്രത്തിൽ കൊണ്ടുപോയി 3 സൂചി വെപ്പിച്ചവക്ക് ചെന പിടിച്ചില്ലല്ലേ? ഇല്ല. ഇപ്പോഴത്തെ സൂചി പശുക്കൊക്കെ പിടിക്കുന്നില്ലെന്നാ അത് തോന്നുന്നു. പിന്നെ തനിക്ക് പിടിക്കൂ? ഈ പഴയ രീതി എന്നാടോ നല്ലത്? ഇതെങ്കിലും പിടിക്കോ വർക്കിച്ച? ഇപ്പൊ കണ്ടില്ലായിരുന്നോ? അതായിരുന്നു പിടുത്തം. ഇനി പിടിച്ചില്ലെങ്കിൽ എവള് മച്ചിയാണെന്ന്. എവള് മച്ചൊന്നുമല്ല, അവളെ നിപ്പ് കണ്ടില്ലേ? ഇത് പിടിച്ചില്ലേ താൻ എന്നെ ഇങ്ങനെ വിളിച്ചോ? പിന്നെ കറവ തുടങ്ങുമ്പോ ആദ്യത്തെ ഒരു ഗ്ലാസ് പാല് താൻ പഞ്ചസാര ഇട്ട് എനിക്ക് കൊണ്ട് തരണം. ഓ ഞാൻ ഏറ്റു. മറക്കരുത്. ഏറ്റു. കാശെടുക്കണോ? ദാ. എടാ തോമസ് കുട്ടി, വെള്ളം പൊങ്ങി വന്ന് നോക്ക. ഹായ് എടാ ബോംബെ, നമുക്ക് മീൻ പിടിച്ചാലോ? തോമസ് കുട്ടി വേണ്ട, സ്കൂളിൽ പോകുമ്പോഴാ അവന്റെ ഒരു മീൻ പിടുത്തം. വേണ്ടാത്തനൊന്നും പോണ്ട, അപ്പൻ എപ്പോഴാ ഏത് വഴിക്കാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. സ്കൂളില്ലാത്തപ്പോ മീൻ പിടിക്കാം. ഈസി ഉഴപ്പി ഇപ്പൊ തന്നെ നേരം വൈകി. ചേച്ചി ഞങ്ങൾ നടക്കാം. എന്റെ കൊല തല്ലി അമ്മേ. ഒരു ചുമടുണ്ടല്ലോ തലയില്. ഇതൊന്ന് പിടിച്ച അമ്മച്ചി. രക്ഷയില്ല, ഒന്നും കൂടെ കേറി ചെത്തിയാലോ? അല്ല കുട്ടപ്പ, ഓ എല്ലാരും 2 നേരം അല്ലെങ്കിൽ 3 നേരം ചെത്തും. താൻ ഇത് 4-5 തവണ ആയല്ലോ. അതെന്താണെന്ന് വെച്ചാ അന്നമ്മേട്ടത് ഇപ്പൊ കള്ളു കുറവാ. വെളുപ്പിനെ ഏറി തല്ലിയാലേ അന്ത്യാകുമ്പോ എന്തെങ്കിലും ചൊരത്തു. അതാ ഞാനിങ്ങനെ 5-6 തവണ. എന്റെ ഒരു വിധി നോക്കണേ എന്റെ കള്ളുമുത്തപ്പ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അതങ്ങനെയായി. കുട്ടപ്പ നനഞ്ഞ തുണി നോക്കിക്കാതെ കാളെ കുളിപ്പിക്കണ. കുളിപ്പിക്കല്ലേ വർക്കിച്ചോ? എനിക്കിന്ന് ഡബിൾ ഡ്യൂട്ടിയാ, വേറെ കിട്ടണം. വർക്കിച്ച കുട്ടപ്പൻ തേച്ച് വർക്കിച്ചന്റെ കാള തേഞ്ഞു പോവല്ലോ. കാണാം. കുട്ടപ്പനുള്ള ആമ്പയർ ഇല്ല, ഒന്നും തേഞ്ഞു പോവില്ല. കുട്ടപ്പ നീ തേക്ക്. പെട്ടിയനിപ്പോഴും പേർഷ്യ തന്നെ ആണോ? അതെ. അവിടെ ഒട്ടകത്തിനെ തീറ്റുന്ന പരിപാടിയാ. അതെ, വീട്ടിലെ പശുവിനിപ്പോഴും കറവ ഉണ്ടോ അതോ വറ്റിയോ? വറ്റിയാലും ഇല്ലേലും താൻ ആ വഴിക്കൊന്നും വരണ്ട. എന്താടി പെണ്ണെ, നിന്റെ പശുവിന്റെ പ്രസവം നിർത്തിയോ? എടി നിന്റെ തുണിയല്ലേ കഴിഞ്ഞു, എങ്കി വാ പോവാ. അല്ല വർക്കിച്ച, നിങ്ങളുടെ കാളയ്ക്കെന്താ 2 പാപ്പാമാര്? ഇതൊരു പ്രത്യേക ഒന്നാം പാപ്പ ഞാൻ, 2ാം പാപ്പ അവൻ. എന്താ വർക്കിച്ച, മതിയാക്കിയോ? മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ. ഇത് മൂസാക്ക കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാൾ ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വിരട്ടിക്കാണും. അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല.
ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനോ കൂടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഓ ഇന്നലെ ഇറച്ചിയിലെ എല്ല് കടിച്ച് എന്റെ വായിലെ പല്ല് പോയി. അതും ലാഭം. പല്ല് ഉറപ്പിക്കാൻ 50 കൊടുക്കണ്ടേ? ഞാൻ പോവാ. എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള. ചാളക്ക് എന്തെങ്കിലും മേടിക്കണം. അളന്നത് മതി, 2 രൂപ ഇതാ. മാർക്കറ്റിന് കുറച്ചല്ലേ കഴിച്ചുള്ളൂ. വർക്കിച്ചിന് മേലായിരിക്കും. ഓ മേലാനിട്ടൊന്നുമല്ലെന്നേ, ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പൗത്രേട്ടാ, നമ്മളെ മൂസാക്ക് എവിടെ പോയെന്ന് പൗത്രേട്ടൻ അറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്. അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം. വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് 100 പച്ചനോട്ട് മടക്കി വെച്ച തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. ആന വേറെ, അണ്ണാൻ വേറെ, നരി വേറെ, സുന്ദരി വേറെ. ഇന്നത്തെ കാശ് നാളെ, ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അതിലും പാർത്ത പെണ്ണേ.